നഗരത്തിന്റെ ശുചിത്വബോധമില്ലായ്മ കൊച്ചിയെ മാലിന്യക്കൊട്ടയാക്കുന്നു. റോഡരികും കനാലുകളും എന്നുവേണ്ട അന്യന്റെ വീടിന്റെ മുൻവശം വരെ മാലിന്യം നിക്ഷേപിക്കാനുള്ള ഇടമായി മാറിക്കഴിഞ്ഞു. മാലിന്യ നിർമ്മാർജ്ജനത്തിന് ജനങ്ങൾ സഹകരിച്ചില്ലെങ്കിൽ നഗരത്തിൽ ഒരിടത്തും മൂക്കുപൊത്താതെ ഇറങ്ങാനാകാത്ത സ്ഥിതിയാകും വരുന്നാളുകളിൽ ഉണ്ടാവുക. മഴക്കാലമാകുന്നതോടെ നഗരം പകർച്ചവ്യാധികളുടെ പിടിയിലമരും. പൊതുനിരത്തിൽ മാലിന്യം നിക്ഷേപിച്ചാൽ പിഴ ഈടാക്കുന്ന നഗരമാണ് കൊച്ചി. നഗരസഭയുടെ മികച്ച തീരുമാനങ്ങളിലൊന്ന്. പക്ഷേ പിഴയല്ല, തടവ് വിധിച്ചാൽ പോലും തോന്നിയടുത്ത് മാലിന്യം വലിച്ചെറിയുന്ന നഗരത്തിന്റെ സ്വഭാവം മാറിയിട്ടില്ല. പക്ഷേ പിഴ ഏർപ്പെടുത്തിയതോടെ മാലിന്യം തോന്നിയ പോലെ വലിച്ചെറിയുന്നവരുടെ എണ്ണം കുറഞ്ഞതായി മേയർ പറഞ്ഞു. നഗരത്തിൽ മിക്ക കനാലുകളും മാലിന്യം നിറഞ്ഞ് ഒഴുക്ക് നിലച്ച നിലയിലാണ്. വീടുകളും ഹോട്ടലുകളും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളുമെല്ലാം മാലിന്യം തള്ളുന്നത് ഓടയിലേക്കും കനാലിലേക്കുമാണ്. കൊതുകുകടി മൂലം കിടന്നുറങ്ങാൻ പറ്റാതെ വരുമ്പോൾ ഏവരും മാലിന്യ സംസ്കരണ സംവിധാനങ്ങളെ കുറ്റപ്പെടുത്തുമെങ്കിലും അവനവൻ വലിച്ചെറിയുന്ന മാലിന്യമാണ് ഇവയെ വളർത്തുന്നതെന്ന് മനസ്സിലാക്കാറില്ലെന്ന് മാത്രം. രാത്രിയുടെ മറവിൽ മരങ്ങൾ വെട്ടിക്കളയുന്നവരുണ്ട്. പലപ്പോഴും രാത്രിയുടെ മറവിൽ ചവറ് കൊണ്ടുവന്ന് അവിടെ ഇവിടെ നിക്ഷേപിച്ചു പോകുന്നവരുണ്ട്. ആ ഒരു രീതി അവസാനിപ്പിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുകയും സ്വന്തം വീടിൻ്റെ പരിസരം എന്നതുപോലെ തന്നെ ആണ് പരിസര ശുചീകരണം. പബ്ലിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നതും നമ്മുടെ തന്നെ, അത് വൃത്തിയായി സൂക്ഷിക്കുന്ന നമ്മുടെ തന്നെ അവകാശമാണ് എന്ന് കരുതിക്കൊണ്ട് സഹകരിക്കണം. കനാലുകളിലെ ചെളിയും മാലിന്യവും കോരിമാറ്റാൻ നഗരസഭയും മെനക്കെടാറില്ല. അഥവാ എവിടെയെങ്കിലും വൃത്തിയാക്കിയാൽ തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ പിന്നെയും പഴയപടിയാക്കും. നഗരത്തിലെ മാലിന്യ കൂമ്പാരങ്ങളുടെ കാഴ്ചകൾ മലയാളിയുടെ ശുചിത്വബോധത്തെ പോലും ബാധിച്ചതുപോലെ. മാലിന്യം തോന്നിയതുപോലെ വലിച്ചെറിയരുതെന്ന് ഇനി ആര് പറഞ്ഞു മനസ്സിലാക്കും? മാലിന്യ നിർമ്മാർജ്ജനത്തിന് നഗരസഭയോ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളോ മാത്രം വിചാരിച്ചതുകൊണ്ട് കാര്യമില്ല. ഈ കാണുന്നത് പോലെ കനാലുകളിലോ അല്ലെങ്കിൽ തോന്നിയ എല്ലായിടത്തും മാലിന്യം വലിച്ചെറിയില്ല എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുകയാണ് വേണ്ടത്. അത്തരത്തിൽ ഒരു ശുചിത്വബോധം ഉണ്ടായാൽ ഈച്ചയുടെയും കൊതുകിന്റെയും ശല്യത്തിൽ നിന്ന് രക്ഷ നേടാം. മാത്രവുമല്ല, മഴക്കാലമാകുന്നതോടെ പൊട്ടിപ്പുറപ്പെടുന്ന പകർച്ചവ്യാധികളിൽ നിന്നും മുക്തി നേടുകയും ചെയ്യാം. ആ പഴയ ശുചിത്വബോധം മലയാളിക്ക് മടങ്ങി വരട്ടെ. പ്രദീപ് ജോസഫ്.